ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഫുള്ള് ക്ലീനിങ് ആണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ രാവിലെ കണ്ണിലോട്ട് വെട്ടടിച്ചപ്പോഴാട്ടോ എഴുന്നേറ്റ് വന്നത്. രാത്രിയെല്ലാം ഭയങ്കര ചുമയായിരുന്നു. ചുമ കാരണം ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുത്തി കുത്തി ചുമയാട്ടോ. അതുകൊണ്ട് രാത്രിയെല്ലാം ഉറക്കത്തിൽ എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ പപ്പായും അമ്മയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ബെഡൊന്നും മടക്കി വെച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ ഓരോരോ പരിപാടിയിലായിരിക്കും. അപ്പോൾ പിള്ളേർക്ക് ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് മിക്കവാറും അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത്ര വലിയ ചൂടൊന്നുമില്ല. ചില സമയത്ത് മഴ പെയ്യുന്നുണ്ട്, ചില സമയത്ത് പെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ മാറിയും വന്നൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ പോയിട്ട് പല്ല് വെക്കുന്നുണ്ട്. ചേട്ടായിക്ക് രാവിലെ ഒരു വഴി പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആശാൻ പല്ല് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാൻ പിന്നെ ആ സമയം കൊണ്ട് എഴുന്നേറ്റിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ അടുക്കളയിൽ നിന്നുള്ള പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഞാൻ പിന്നെ പോയിട്ട് ഞങ്ങൾക്കുള്ള ചായ വെച്ചു. അവർ പിന്നെ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ എഴുന്നേൽക്കുന്ന സമയത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്ലാബൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും അങ്ങ് കൂടുതൽ തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാത്തതുകൊണ്ട് ബാക്കി ക്ലീനിങ്ങും പരിപാടിയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ട്രിപ്പ് പോയതാട്ടോ. ട്രിപ്പ് പോയതേ കഫക്കെട്ടും ചുമയൊക്കെ അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇതുവരെ കുറഞ്ഞില്ല. ഇപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകാനും ഭയങ്കര പാടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ചായയുമായിട്ട് വന്ന് മുറ്റത്തിരുന്നു. ഈ ഒരു പ്ലേസിലാണ് എന്നത്തെയും ഇരിപ്പ്. എനിക്ക് ഇവിടെ ഇരുന്ന് കുടിച്ചാലേ ഒരു സുഖമാവുള്ളൂ കേട്ടോ. നല്ല രസമാണ് ആ ഒരു മരത്തിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കും. മെയിൻ പരിപാടി അതാണ്. രാത്രി ഞാൻ ഒരു 12 മണിക്കായിരിക്കും മിക്കവാറും ഉറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും കുറേ ആളുകൾ ഉറങ്ങാതിരുന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ആ കമൻസും ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പം വെളുപ്പിനെ എഴുന്നേൽക്കുന്നവരുണ്ടല്ലോ, അപ്പം അങ്ങനെയും കുറേ കമൻസൊക്കെ വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കമൻറ്റ് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും പറ്റുന്ന എല്ലാ കമൻസിനും റിപ്ലൈ തരാറുണ്ട്. ഈ ഇടയ്ക്കാണ് കുറച്ച് തിരക്കുകളൊക്കെയാണ് നമ്മൾ ഈ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതിനകത്തായിരിക്കും. എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ട് മീനെ തീറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ചേട്ടായി വന്നു കേട്ടോ. പാഷനാണ് വീഡിയോ എടുക്കുന്നത്. മീനൊക്കെ കുറച്ച് വലുതായി വരുന്നുണ്ട്. അപ്പോൾ അവന്മാർ ഇങ്ങനെ നമ്മൾ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ മേളിൽ വന്ന് ഇങ്ങനെ പാഞ്ഞ് കൊത്തിയിട്ട് പോകും. ഈ ടാങ്കിലായതുകൊണ്ട് അത്ര അങ്ങനെ വൃത്തിക്ക് കാണത്തില്ല. ഇപ്പോൾ കുറച്ചുകൂടി വലുതായതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെള്ളവും മാറ്റി കൊടുക്കും. ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് വെള്ളം മാറ്റിയിട്ടില്ല. എന്നാലും വെള്ളം അത്ര ചീത്തയായിട്ടില്ല. ആദ്യമേ പെട്ടെന്ന് അങ്ങ് ചീത്തയാവുന്നുണ്ടായിരുന്നു. കുറേ നേരം പോയിട്ട് അതിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ, ഇവരിങ്ങനെ ചാടുന്നതൊക്കെ. അന്നേരമാണ് ഞാൻ ഈ ഒരു തേനീച്ചക്കൂട് കണ്ടത്. ഭയങ്കര ക്ലോസിലാട്ടോ, എൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. കുറേ അവന്മാർ എൻ്റെ അതിൽ കൂടെ ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇതെങ്ങനെ വന്നു എന്നറിയില്ല. ആ ഒരു കമ്പിയുടെ ആ ഒരു തുളയ്ക്കകത്ത് നല്ലൊരു വലിയ തേനീച്ചക്കൂട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് കൈയിടാൻ പോകുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴത്തേക്കും പിള്ളേരുടെ ഓട്ടോ വന്നു. അങ്ങനെ അവർ സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടൻ പാവന് തന്നെ ഇരിക്കണം. ചില ദിവസമൊക്കെ കരയും കേട്ടോ, സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അംഗൻവാടി പോകാൻ ഇപ്പോൾ ഭയങ്കര ഉത്സാഹമൊക്കെയാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കരച്ചിലായിരിക്കും. അപ്പോൾ അവനും പിന്നെ ഞങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഞാൻ പിന്നെ തോട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് മീനും തീറ്റിട്ട് കൊടുക്കും കേട്ടോ. ഇതെല്ലാം തോട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാണ്. ഇതിലെ ഒരേ ഒരു ഫിലോപ്പിയോ മാത്രമേ ഉള്ളൂ. അതിനകത്ത് 3 ഇട്ടതിൽ 2 ചത്തുപോയി. ഈ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ശ്രീകുട്ടനെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ശ്രീകുട്ടനെ ഞാൻ എല്ലാ ദിവസവും ഓരോ പാട്ടുകളൊക്കെ പഠിപ്പിച്ച് കൊടുക്കും. ഇപ്പോൾ കണ്ണാന്തുമ്പി ആട്ടോ പഠിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണാന്തുമ്പി ഏറെക്കുറെ പഠിച്ച് കഴിഞ്ഞു. ഇനി അത് പഠിച്ച് തീർത്തിട്ട് അടുത്ത പാട്ട് പഠിപ്പിക്കും. അപ്പോൾ അവൻ ഇന്നലെ ആയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് മൂക്കിൽ മീശ വരച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാട്ടോ പാടുന്നത്. അവൻ്റെ കൂടെ പാടിക്കഴിഞ്ഞാൽ അവനും കൂടെ ഇരുന്ന് പാടും. ചേട്ടായി വന്നിരിക്കുന്നുണ്ട്. അപ്പം ശ്രീകുട്ടൻ്റെ പാട്ട് ഞാൻ കേൾപ്പിച്ചിരാട്ടോ. ഞാൻ പാടുന്നത് നോക്കണ്ട, എനിക്ക് ജലദോഷം ആയതുകൊണ്ട് എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് പാടാൻ അറിയില്ല. 1 2 3 സ്റ്റാർട്ട്. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. 1 2 3 4 5 അല്ല, കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാന്തുമ്പി പോരാമോ. അതിനിടയ്ക്ക് 1 2 3 4 5
അതിനിടയ്ക്ക് ചേട്ടായി എൻ്റെ ചേട്ടായിക്ക് പനിക്കുന്നുണ്ട്. തൊട്ട് നോക്കിയപ്പോൾ പച്ചവെള്ളം പോലെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രീകുട്ടൻ അങ്ങ് നിർത്താതെ ഇരുന്ന് പാട്ടാം. കീ കൊടുത്തോലെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശ നിർത്തത്തില്ല. സിധുവും ആളും പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളി കാട്ടും. ചേട്ടായിട്ട് ആദ്യം അടുക്കത്തേ ഇല്ലായിരുന്നു, ചേട്ടാ അടുത്ത് പോലും പോകത്തില്ലായിരുന്നു. ഇപ്പം അവർ അമ്മാവനും മോനും ഭയങ്കര കമ്പനിയാണ്. അവർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഔട്ടാണ്. ഫുൾ ടൈം രണ്ടുപേരും കളിയും ചിരിയും പരിപാടിയാണ്. ചേട്ടയുടെ മുതുകത്ത് നിന്ന് ഇറങ്ങത്തേയില്ല. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കടയിൽ പോകാൻ നിന്നപ്പോഴാണ് ചേട്ടായി പുറത്ത് പോകാമെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ കട വരെ കാറിലങ്ങ് പോകാമെന്ന് ഓർത്ത്. ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, ഒരു 100 മീറ്റർ എങ്ങാണ്ടേ കാണുള്ളൂ വീട്ടിൽ നിന്ന്. പക്ഷേ ശ്രീകുട്ടിന് കാറിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും വന്നോട്ടേ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ദൂരേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ വന്നോട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവനെ കൊണ്ടുപോകാനും പറ്റില്ല. അടുത്ത് തടനാടൊക്കെ കടയിൽ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും അവനെ കൊണ്ടുപോകും. അപ്പോൾ കട വരെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ പോയിട്ട് മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മുട്ടയും ഗോതമ്പും അങ്ങനെ എന്തോ ചെറിയ സാധനമേ ഉള്ളൂ. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു മുട്ടായിക്കും കൂടി വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നുണ്ട്. തിരിച്ച് പിന്നെ ഞങ്ങൾ നടന്നങ്ങ് പോയി. ആശാൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നല്ല രസമാട്ടോ ശ്രീകുട്ടൻ വീട്ടിലുണ്ടെങ്കിൽ. ആശാനം കൊണ്ട് നടക്കാനായിട്ട് ഒരു വഴക്കുമില്ല. ഫുൾ ടൈം പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് നടന്നോളും. തിരിച്ച് വന്നപ്പോൾ ഉണ്ട് ദേ അടുത്ത ആൾ മീനിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ കയറി നിൽപ്പുണ്ട്. എന്നും ചേട്ടനും അനിയനും കൂടെ, ചേട്ടനും അനിയനാന്ന് തോന്നുന്നു, 2 ആണുങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. അവന്മാർ ഇതിന് മേളിൽ കയറി നിൽക്കും. വലിയ കാര്യമൊന്നുമില്ല, മീനൊന്നും കിട്ടൂല. അടുക്കളയിൽ ചെന്നപ്പോൾ ഉണ്ട് അമ്മ ഉച്ചക്കത്തേക്കുള്ള തോരൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേനാണ് ഞങ്ങൾ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുള്ളൂ. പ്രത്യേകിച്ച് ഗോതമ്പ് ദോശ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ എന്നാലും മാറി മാറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വിശന്നിരിക്കുമ്പോൾ കഴിക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് കഴിക്കും. അമ്മയൊക്കെ പിന്നെ രാവിലെ അങ്ങനെ എന്തെങ്കിലും കാപ്പി ഇടൊന്നുമില്ല. ചിലപ്പോൾ ചോറ് തന്നെയായിരിക്കും കഴിക്കുന്നത്. എനിക്കിങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ചോറല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഗോതമ്പ് ദോശയോ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ ദോശയ്ക്ക് മാവൊന്നും വെക്കാറില്ല. ഡെയിലി അരിദോശ ആയാലും മടുപ്പാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി ഇതിലുണ്ടാക്കും. അപ്പം ഞാൻ മാവ് കുഴച്ചിട്ട് പിന്നെ ദേ പോയിട്ട് ദോശ ചുടുന്നുണ്ട്. മാവ് കലക്കി കുറച്ച് നേരം വെക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, ഞാൻ കലക്കിയിട്ട് ദോശ ഇട്ടപ്പോഴത്തേനും എല്ലാം ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഓർമ്മ വെച്ചത് മാത്രമേ ശരിയായിട്ടോ. അപ്പോൾ 5-6 ദോശ ഉണ്ടാക്കിയുള്ളൂ. ചേട്ടാ അപ്പോഴത്തേനും ഇനി എപ്പോൾ വരും എന്നറിയില്ലാത്തതുകൊണ്ട് ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ദേ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെയും ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചമ്മന്തി കറിയായിട്ട് വെക്കില്ല, ചമ്മന്തി ആയിട്ട് മാത്രം അരച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കും. അത് നല്ല ടേസ്റ്റ് ആട്ടും. പിന്നെ ഞാൻ പോയിട്ട് ദോശ കഴിക്കുന്നുണ്ട്. ചേട്ടാനെ വിളിച്ചപ്പോഴത്തേനും ചേട്ടാ ഇപ്പോഴെങ്ങും വരത്തില്ല എന്ന് പറഞ്ഞു. എനിക്കാണ് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട്, ആൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ഷെഡ് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കഴുകാനായി. 2-3 ദിവസം മുമ്പ് കഴുകിയതാണ്. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് കാർ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുമ്പോഴത്തേനും ചെളി കയറും. അപ്പോൾ പിന്നെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കഴുകിയിട്ടില്ലെങ്കിൽ വൃത്തിയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഈ ആഴ്ച ഞാൻ 2 ദിവസം അടുപ്പിച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇത് കാറ് കയറുന്നതിൻ്റെ ആ ഒരു പാടിലായിട്ട് കറക്റ്റ് ചെളി ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ കുറച്ച് മണൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ടേക്ക് ചെളി ആവാതിരിക്കാൻ. അവിടെ നല്ല ചെളിയായിരുന്നു. അപ്പോൾ ചെളിയുടെ മുകളിൽ മണലിട്ടിട്ടുണ്ട്. അപ്പോൾ മണൽ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഷെഡിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ആദ്യമേ ഒന്ന് അടിച്ചിട്ട് പിന്നെ ഞാനങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം മഴ ആയതുകൊണ്ട് ഷെഡിലാട്ടോ തുണിയും വിരിച്ചിടുന്നത്. പിന്നെ ഞാൻ ആ കൂടെ തന്നെ മുറ്റവും അടിച്ചു, കാരണം മഴ വരുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിച്ച് നീക്കാൻ പാടാണ്. അതുകൊണ്ട് മഴയ്ക്ക് മുന്നേ അടിച്ച് പകുതി എത്തിയപ്പോഴത്തേനും മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് പകുതിയിലങ്ങ് ഇടാൻ തോന്നിയില്ല. ഫുള്ളങ്ങ് അടിച്ചിട്ടിട്ട് തന്നെ ഞാനിങ്ങോട്ട് കയറി പോകുന്നു. അപ്പോഴത്തേക്ക് നല്ല മഴയായി. പക്ഷെ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ. ഒന്ന് പെയ്യും പിന്നെ പോകും, ഒന്ന് പെയ്യും, അങ്ങനെയാണ്. അപ്പോഴത്തേനും പിന്നെ ചേട്ടായും വന്നു. ആശാനോട് അതേ വഴിയിൽ വണ്ടി ഇട്ടിട്ട് കൂട്ടുകാരനോട് വർത്താനം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ സോപ്പ് ഓയിലൊക്കെ കലക്കി ഇവിടെ മുഴുവൻ തെളിച്ച് കുറച്ച് നേരം ഇട്ട് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുതിരുമല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ പിന്നെ അടിച്ച് നോക്കി. അപ്പം വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസം മുന്നേ കഴുകിയതുകൊണ്ട് അത്ര അഴുക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്നാലും ഒന്നുകൂടെ അങ്ങ് ഉരയ്ക്കുന്നുണ്ട്. ഇപ്പം അങ്ങ് കഴുകിയിടുവാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരക്കായി പോട്ടു. പിന്നെ എനിക്കിത്ര ശ്രദ്ധിക്കാനും സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ മേക്കപ്പ് ക്ലാസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പം ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അവരൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും പഠിച്ചിറങ്ങിയ പാടെ ഒന്നും പെർഫെക്റ്റ് ആവില്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഏതൊരു കാര്യം നമുക്ക് റെഡി ആവുള്ളൂ. അപ്പം പ്രത്യേകിച്ച് മേക്കപ്പ് എന്നൊക്കെ പറയുമ്പം ഒരു ക്രിയേറ്റിവിറ്റി കൂടിയാണ്. നമ്മളതിൻ്റെ ബേസിക്സ് മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ റെഡിയായി വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്യണം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടി എനിക്ക് ഒരുപോലെ മാനേജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ പോയിട്ട് പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് പുല്ലൊക്കെ പറിച്ചിട്ട്. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയില്ല. ക്ലാസ് കഴിഞ്ഞ പാടെ അരങ്ങേറ്റം കഴിഞ്ഞ പാടെ അമ്മ വന്നു. അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസങ്ങളിൽ നിന്നു. അതിനിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ്, യാത്രയുടെയൊക്കെയാണ് കേട്ടോ കുറച്ചും കൂടി ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം കൂടുതലായിട്ട് വരുന്നത്. എനിക്ക് മുന്നേ അലർജി ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക്
പെട്ടെന്ന് അലർജി പിടിക്കാന്ന് വെച്ചാൽ ഒന്ന് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും. തുമ്മൽ തുടങ്ങി രണ്ടാം പൊക്കം എനിക്ക് ജലദോഷമായിരിക്കും. എനിക്ക് നേരത്തെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഒട്ടും അലർജി ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ അലർജി ഇങ്ങനെ ട്രിഗർ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈയിടെയായിട്ട് ജലദോഷം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബറും കൂടി ആകുമ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുന്ന കാര്യത്തിലാട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയായിരിക്കും, പിന്നെ വോയിസൊക്കെ അടഞ്ഞിരിക്കും. അതുകൊണ്ടാണ് പഴയ പോലെ വീഡിയോ ഒന്നും ഇടാത്തത്. എല്ലാവരും ചോദിക്കാറുണ്ട് ലോങ് വ്ലോഗ്, പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിന് കഴിഞ്ഞും എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും കേട്ടോ. എന്ന് വെച്ചാൽ തൊണ്ടവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് സൗണ്ടേ വരത്തില്ല. മുന്നേ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഇട്ടായിരുന്നില്ല. അപ്പോൾ സൗണ്ടും കുറേ ഇങ്ങനെ ചേഞ്ചായി ഭയങ്കര കരകരോ ശബ്ദമായിരിക്കും പുറത്ത് വരുന്നത്. അപ്പം പിന്നെ ഇപ്പം എല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് പഴയ പോലെ വ്ളോഗുകളൊക്കെ ഇട്ട് തുടങ്ങാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ കാര്യം പറയുന്നതാണ്. എന്നാലും ഇപ്രാവശ്യം ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പഴയ പോലെ നമ്മുടെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് വന്നപ്പോഴത്തേനും അവിടെയൊക്കെ കാണാൻ തന്നെ ഒരു ഐശ്വര്യം. കുറേ ചെടികൾ ഞാൻ അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്ത് നല്ല വെട്ടവും ഉണ്ട്, നല്ലോണം വളമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വാടാമുല്ല, റോസ, പിന്നെ മുളക്, പച്ചക്കറിയും പൂവും എല്ലാം ഒരുമിച്ചാണ് നട്ടേക്കുന്നത്. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നന്നായി വളർന്നു വരുന്നുണ്ട്. അങ്ങനെ പുറത്തെ പണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ടയേർഡായി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് കുറച്ച് ഭാഗം പറിക്കാനുണ്ടായിരുന്നെങ്കിലും കുറേ കുഞ്ഞു പുല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കാണെങ്കിലും മഴ തൂളിയപ്പോൾ ഞാൻ കയറി നിന്നു. അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാട്ടോ പറിച്ചത്. അപ്പോഴത്തേക്കും സമയം പോയപ്പോഴത്തേനും ചേട്ടായി വന്നു. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അമ്മ തോരൻ വെച്ചിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും കൂടെ ടച്ചിങ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയോ അച്ചാറോ പപ്പടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ മുട്ട ഉണ്ടായിരുന്നതുകൊണ്ട് മുട്ട പൊരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാൾക്കുള്ളതാട്ടോ. ബാക്കി എല്ലാവരും നേരത്തെ തന്നെ കഴിച്ചു. ഞങ്ങൾ പിന്നെ എല്ലാം സമയം തെറ്റിയാണ്. അപ്പോഴത്തേനും ഉറങ്ങിക്കിടന്ന ശ്രീക്കുട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവനെയും ഡ്രസ്സ് മാറ്റിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടപ്പോൾ അവന് വേണം. അവൻ കിടന്ന് ഉറങ്ങായിരുന്നു, ഉച്ചഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ അവനും മുട്ടയും തോരനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ ഒരു ഭക്ഷണവും കഴിക്കത്തില്ലാത്തതില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന എല്ലാം തന്നെയാണ് അവനും കഴിക്കുന്നത്. അപ്പം അവൻ്റെ പാത്രത്തിൽ കൊടുക്കാനായിട്ട് അവൻ കഴിക്കുന്നില്ല കേട്ടോ. അവൻ്റെയാണ് ആ വയലറ്റ് പാത്രം, പച്ചപാത്രം സിദ്ധുവിൻ്റെയാണ്. അതിലവൻ കഴിക്കുന്നേ ഇല്ല. അങ്ങനെ അവൻ്റെ പാത്രത്തിലാക്കി കൊടുത്തു കേട്ടോ. തന്നെ വാരി തിന്നോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. കാരണം കുഴച്ച് കൊടുത്തില്ലെങ്കിൽ മുട്ട മാത്രം പെറുക്കി തിന്നും, തോരനൊട്ട് തിന്നേയില്ല. കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ അത് വാരി കഴിച്ചോളും. അങ്ങനെ ഒരു കുഴപ്പമില്ല. അധികം ചെതറിക്കത്തുമില്ല കേട്ടോ. മാക്സിമം കുറച്ച് ചോറ് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും എന്നല്ലാണ്ട് അങ്ങനെ ഫുള്ള് ചോറൊന്നും നിരത്തി കഴിക്കുമല്ല. നല്ല വൃത്തിയായിട്ടിരുന്ന് കഴിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തുടങ്ങി ഓരോരോ പണിയായിട്ട് നടന്നുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കാൻ സമയം കിട്ടിയില്ല. എന്തെങ്കിലും റീൽ കണ്ടിരിക്കും, അല്ലെങ്കിൽ സിനിമ കാണും. ഞങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പടമൊക്കെ എടുത്തിരുന്ന് കാണലാണ് പരിപാടി. ഞാൻ അതുകൊണ്ട് CBIയുടെ 5ാമത്തെ പാട്ട് ഒഴിച്ച് ബാക്കി 4 കണ്ട് തീർത്തു. പിന്നെ ഇപ്പോൾ ഞാൻ ഓരോ തെലുങ്കും തമിഴും ഒക്കെ തപ്പിയിരുന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ മുറ്റം ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. അവർ രാവിലെ കഴുകിയിട്ടതുകൊണ്ട് ഷെഡ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിള്ളേരും വന്നു. ഷെഡ് പിന്നെ നനഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുമ്പോൾ പിന്നെയും ചെളിയാവും. അപ്പോൾ അവർ വരുന്നതിന് മുമ്പാണ് രാവിലെ കഴുകിയിട്ടത്. അപ്പോൾ നേരത്തെ തന്നെ ഉണങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിന്ന് മുറ്റം വൃത്തിയാക്കാൻ പോവാം കേട്ടോ. അപ്പം മുറ്റത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുല്ലുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഈ പടർന്ന് വളരുന്ന പുല്ലാണ്. ഭയങ്കര പാടാണ്. ഇവിടെ പാറയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊത്തിപ്പറിക്കാനേ പറ്റത്തുള്ളൂ. പാറയിലും മണ്ണിലും നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന പുല്ലില്ലേ, അത് കുറച്ചായിരിക്കുമ്പോൾ നല്ല രസമാട്ടോ. പക്ഷേ ഇങ്ങനെ ഒത്തിരി പൊങ്ങി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ ചേട്ടായി ഞാനും കൂടി ആ ഒരു ഒത്തിരി പൊങ്ങി നിൽക്കുന്ന ഭാഗം വൃത്തിയാക്കുന്നുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഫുൾ അങ്ങ് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിള്ളേർ ഈ പുല്ലിലൊക്കെ ഇരുന്ന് കളിക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര കാടായിട്ട് വരാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡ് ഭാഗം മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ടേക്കൊന്നും അത്ര അങ്ങില്ല. വേനലായിരുന്ന സമയത്ത് ഇത് ഫുള്ള് കരിഞ്ഞു പോയായിരുന്നു കേട്ടോ. ഒരു രസമില്ലായിരുന്നു കാണാൻ. എനിക്കിങ്ങനെ കാണുമ്പോഴാട്ടോ ഇഷ്ടം. കുറച്ചിങ്ങനെ പുല്ലോടുകൂടി നിൽക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം പിള്ളേർ ഇവിടെ വന്നിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. പാറയിലും സൈഡിലും ആയിട്ടൊക്കെ ഇരിക്കും. ഇത് ഇങ്ങനത്തെ പുല്ലാട്ടോ. ഈ ഒരു പാറയുടെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്നത്. നമുക്ക് കൈ കൊണ്ട് പറിക്കലേ നടക്കില്ല. അല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നടിച്ച് ഇങ്ങനെ കരിക്കണം. പിന്നെ ഈ കുഞ്ഞൊരു പുല്ലുണ്ടല്ലോ, നല്ല രസമാണ് അത് കാണാനായിട്ട്. അതിങ്ങനെ പപ്പ വളർത്താൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് അത് പറിക്കാൻ പപ്പ സമ്മതിക്കത്തില്ല. അല്ലാതെയുള്ള കാട്ടുപുല്ല് മാത്രമേ ഞങ്ങൾ പറിക്കുന്നുള്ളൂ. അതുകൊണ്ട് താറാവ് മുട്ടയിടുന്ന പോലെ ഓരോരോ സ്ഥലത്തായിട്ടാണ് പറിക്കുന്നത്. പൊങ്ങി വന്നത് മാത്രം പറിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും വലിയധികം പുല്ലില്ല. ഈ ഓരോ കോർണറിലായിട്ടേ ഉള്ളൂ. അപ്പോൾ പപ്പായ പണി കഴിഞ്ഞ് വന്നിട്ട് ശ്രീക്കുട്ടനിരുന്ന് തോണ്ടുന്നതാട്ടോ. ശ്രീക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് കല്ല് പറിക്കി എറിയുന്നുണ്ട്. ആശാൻ പിന്നെ പകല് മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് പുല്ല് പറിക്കാനും എല്ലാത്തിനും കൂടും കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴാണല്ലോ പിള്ളേരും അതിനൊപ്പം
വലിപ്പം കൂടുന്നത്. അപ്പോൾ അവൻ എല്ലാത്തിലും നമ്മൾ ആ ഒരു പുല്ലൊക്കെ ചെത്തിയിടുമ്പം അത് വാരിക്കൊണ്ട് കളയുമായിരുന്നു. അവനോടൊന്നും പറഞ്ഞിട്ടല്ല കേട്ടോ, അവൻ സ്വയമേ തോന്നിയിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. പിള്ളേരെങ്ങനെയൊക്കെ ചെയ്യുന്നതാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് ചേട്ടാ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവൻ അപ്പം ചെയ്യും. അച്ഛൻ എപ്പോഴും ചേട്ടയുടെ പുറകെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളായിരുന്നു. ഇപ്പം പതുക്കെ കമ്പനിയായി അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാട്ടോ. ചേട്ടാ എന്ത് ചെയ്യുന്നത് കണ്ടാലും പുള്ളി അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ചേട്ടാ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോഴേ അവൻ എപ്പോഴും ചോദിക്കും, ടാപ്പി ഞാനും വന്നോട്ടെ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനോട് വണ്ടി കയറി പോകാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയതായിട്ട് നിന്നത് മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കുഞ്ഞു പുല്ലൊന്നും പറിച്ചിട്ടൊന്നുമില്ല. അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ നിരപ്പാക്കി അങ്ങ് ആക്കി. അപ്പം പുല്ല് കൊണ്ടത് ഈ ഒരു സൈഡിലിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങത്തൊന്നും ഇല്ലായിരിക്കും, കാരണം ഭയങ്കര മഴയായതുകൊണ്ട് ഉണങ്ങാൻ ചാൻസ് കാണുന്നില്ല. അപ്പോൾ പിന്നെ അതങ്ങ് അവിഞ്ഞ് പോട്ടെ എന്ന് ഓർത്തു. പിന്നെ ഞാൻ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി നമ്മളങ്ങനെ മുറ്റടിക്കേണ്ടി വരാറില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വലിയധികം ഇലയൊന്നും വീഴാറില്ല, അങ്ങനെ വലിയ കരയിലുള്ള സ്ഥലമല്ല. പിന്നെ ആ ഒരു മണലിട്ട ഭാഗത്ത് മാത്രമേ ചെളി വരാറുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ മണലിട്ടേക്കുന്നത്. കാരണം കാറ് കയറ്റുമ്പോൾ ഭയങ്കര ചെളിയായിരിക്കും. പക്ഷേ മണലിട്ടുകൊണ്ട് എപ്പോഴും അടിക്കേണ്ടി വരും. അപ്പോൾ ചേട്ടാ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് ഇങ്ങോട്ടേക്ക് തൂത്ത് ഇടുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ബാക്കി പോയിട്ട് ഫുൾ അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയും ചെറിയ കാറ്റും ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഇലകൾ ഇങ്ങോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ എന്നും നമുക്കങ്ങനെ മുറ്റം അടിക്കാറില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുറ്റിപ്പുല്ലുകൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഡെയിലി അടിക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെ വരത്തില്ല. പക്ഷേ എന്നും അങ്ങനെ അടിക്കാനും ഉണ്ടാവാറില്ല. ഇത്രയും വലിയ മുറ്റം ഡെയിലി അടിക്കുമ്പോഴത്തേനും പിന്നെ നടുവിന് വേദനയാവും. ഞാൻ പിന്നെ ആഴ്ച 2 ദിവസം അങ്ങനെയാണ്. അപ്പം നല്ലോണം പള്ളയൊക്കെ കയറി കിടക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഡെയിലിയൊക്കെ അടിക്കേണ്ടി വരാറുള്ളൂ. പഠിച്ച് വന്നപ്പോഴത്തേനും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വരെ വന്നപ്പോഴത്തേനും കുറേ ഇട്ടായിരുന്നു. രാവിലെ ഒറ്റ ഇലയില്ലായിരുന്നു. ഉച്ചക്കത്തെ മഴ കഴിയുമ്പോഴത്തേനും കുറേ ഇലയായി. അങ്ങനെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഒന്ന് വൃത്തിയായിട്ടുണ്ട്. നമ്മുടെ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന മരത്തിൽ നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അത് ഫുള്ള് പോയായിരുന്നു. ഇപ്പോൾ അത് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അത് ഫുള്ള് പോത്തുന്ന സമയം നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു തൊട്ടപ്പോഴത്തേനും ചേട്ടായി ചായ ഇടുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാര്യം ഞാൻ ഓർത്തത് കേട്ടോ. ഞാൻ എപ്പോഴും ഫോണൊക്കെ വിളിക്കുമ്പോഴേ ഈ ഗേറ്റിൻ്റെ ഇവിടെ വന്ന് സംസാരിക്കും. നമ്മുടെ വീടിനകത്ത് റേഞ്ചേ കിട്ടത്തില്ല. ചില സമയത്ത് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ പുറത്ത് വന്നിട്ടാണ് എന്തെങ്കിലും ഫോൺ വരുമ്പോഴത്തേനും വരുന്നത്. അപ്പോൾ ഞാൻ ചായയും കുടിച്ചുകൊണ്ട് ചായ എടുത്തുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആ ചായ അവിടെ വെച്ചിട്ട് മറന്നുപോയി ഗ്ലാസ് എടുക്കാൻ. ഏകദേശം കുടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഴയൊക്കെ നനഞ്ഞ് മഴവെള്ളമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് കഴുകി കൊടുത്തു. ചില സമയത്ത് ഞാൻ മറന്നു. പിന്നെ ചേട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എന്നോട് എടുത്തുകൊണ്ട് വരാൻ പറയും. ഞാൻ മിക്കവാറും അങ്ങനെയാണ്. ഒന്നില്ല പുറത്തൊക്കെ വെക്കും കേട്ടോ. നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ചായ കുടിക്കില്ല. ചില ദിവസം അവിടെ വെച്ചിട്ടൊക്കെ പോരും. എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഓർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഏതെങ്കിലും വഴിവും. പിന്നെ അതിൻ്റെ കാര്യം മറന്നു പോകട്ടും. പിന്നെ ഞാൻ തന്നെ പിറ്റേ ദിവസം ഓർക്കുമ്പോൾ പോയി എടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ എടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നേരത്തെ കുടിച്ചു കേട്ടോ. അവർ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിള്ളേർ തോട്ടി കുളിക്കാൻ വേണ്ടി പോയേക്കാണ്. ഞങ്ങൾ പിന്നെ പരിപാടിയൊക്കെ തീർത്തിട്ട് വന്നിട്ട് കുടിക്കാമെന്ന് ഓർത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചായയും പോയി അതേ തുടച്ച് വൃത്തിയാക്കി അപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ഇനി കുളിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വയ്യായിരുന്നു. കുറേ നേരം കുനിഞ്ഞ് നിന്ന് മുറ്റം അടിച്ച് പുല്ലൊക്കെ പറിച്ചപ്പോഴത്തേനും വയ്യാണ്ടായി. അപ്പോൾ ചായ കുടിച്ചിട്ട് പിന്നെ പോയിട്ട് വേഗം കുളിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്കും ആൾ വീട്ടിൽ എന്തൊക്കെയോ എഴുതി പഠിക്കുന്നുണ്ട് കേട്ടോ. അവർ പപ്പായും മോളും കൂടി എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. അവൾ കണക്കിൽ കുറച്ച് വീക്കായതുകൊണ്ട് പപ്പായ ഇരുത്തി കണക്ക് പഠിപ്പിക്കും കേട്ടോ. പപ്പായ്ക്ക് നന്നായിട്ട് കണക്കറിയാം. അപ്പോൾ പപ്പായാണ് ഹരിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ പിന്നെ നേരത്തെ ഗുണനപ്പട്ടികയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹരിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ പപ്പായ കേട്ടോ. ഇപ്പോൾ എനിക്ക് പിന്നെ ഡെയിലി അങ്ങനെ പഠിപ്പിക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ. നമ്മുടെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതും മാനേജ് ചെയ്യണം. 2 ചാനലും ഇൻസ്റ്റയൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഒരു ക്രിയേറ്റർ ആകുമ്പോൾ നമ്മളെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. വർക്കും ലൈഫും ഒക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് ഒന്നിനും അങ്ങ് പറ്റാറില്ല. അപ്പോൾ പപ്പ പഠിപ്പിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പം അവൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പോയിട്ട് മുടി ഒന്ന് ഡ്രയർ വെച്ച് ഉണക്കുന്നുണ്ട് കേട്ടോ. ജലദോഷം ആയതുകൊണ്ട് പെട്ടെന്ന് കഫക്കെട്ട് കൂടും. ഞാനതുകൊണ്ട് ഇപ്പം മിക്കവാറും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഇത് വെച്ചിട്ട് ഡ്രയർ വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മുടി ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ശ്രീക്കുട്ടൻ അതിൻ്റെ കാറ്റിടയ്ക്ക് വന്നു അതിൻ്റെ കാറ്റിൻ്റെ ചൂട് നോക്കുമായിരുന്നു. വലിയ ചൂടിലൊന്നും അല്ല ഞാൻ വെച്ചത്, ചെറിയൊരു ചൂട് മാത്രമേ വെച്ചുള്ളൂ. പിന്നെ ഞാൻ പോയിട്ട് സിദ്ധുവിൻ്റെ കളറിംഗ് ബുക്ക് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. ഇത് സ്കൂളിൽ നിന്നെങ്ങാണ്ടുള്ള കേട്ടോ. സ്കൂളിൽ നിന്നെങ്ങാണ്ട് കൊടുത്തതാണ്. സ്കൂളിലെങ്ങാണ്ട് ഇങ്ങനെ ബുക്സൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ 2 ആൾക്കും ഓരോന്നുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ ബുക്കിൽ എല്ലാം തന്നെ കളർ കൊടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ അപ്പോൾ മാളും എനിക്കൊരു ബുക്ക് തന്നു. അപ്പോൾ മാളുവിൻ്റെ ബുക്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു പിക്ചർ തന്നെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്.
അപ്പോൾ എനിക്ക് ക്രയോൺസ് പൊതുവെ അത്ര ഇഷ്ടമല്ല. പിന്നെ കയ്യിലാകെ ഉണ്ടായിരുന്ന ക്രയോൺസാണ്. പണ്ട് പിന്നെ ഇഷ്ടം പോലെ വാട്ടർ കളറും ബ്രഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് നിർത്തിയപ്പോഴത്തേക്കും എൻ്റെ സാധനങ്ങൾ കുറേ രോഹിണിക്കൊക്കെ കൊടുത്തു. പിന്നെ അലീന വന്നപ്പോൾ ഇടയ്ക്ക് അലീനയ്ക്ക് കൊടുത്തു വിട്ടു. ഇപ്പോൾ എൻ്റെ ഒന്നുമില്ല, എല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മേക്കപ്പിൻ്റെ സാധനം തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് മാളു പെയിൻറ്റ് ചെയ്തതാട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതിനിടയിലാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചത്. അവനിപ്പം കാനഡയിലാണ്, ഗോകുൽ. അപ്പം നാട്ടിലുണ്ടായിരുന്നപ്പം ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എപ്പോഴൊന്നും മിണ്ടാൻ സമയമില്ലെങ്കിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. അപ്പോൾ അവനുമായിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ വിശന്നപ്പോഴത്തേനും പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3-4 പപ്പടം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കുരു കറി ഉണ്ടായിരുന്നു. ചക്കക്കുരു കറിയുടെ കൂടെ പപ്പടം നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് പപ്പടവും കൂടി പൊള്ളിക്കുന്നുണ്ട്. അച്ചാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചക്കക്കുരു കറിയും മാങ്ങാച്ചാറും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അച്ചാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പപ്പടം പൊള്ളിച്ചു. അപ്പോഴത്തേനും പിള്ളേർ നേരത്തെ ഫുഡ് കഴിച്ചതാട്ടോ. ഒരു ട്രിപ്പ് പപ്പടം കണ്ടപ്പോഴത്തേനും എല്ലാവരും ഒരു ട്രിപ്പും കൂടെ ചോറും ഒക്കെ ആയിട്ട് വന്നു. അവർക്ക് എല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് പപ്പടവും കഴിക്കുന്നുണ്ട്. ശ്രീക്കുട്ടനും വന്നു കേട്ടോ. ശ്രീക്കുട്ടന് പപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. അവന് ഇച്ചിരി പപ്പടം ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് ഫുള്ള് തിന്നോളും. പക്ഷെ പപ്പടം തന്നെ കടിച്ചു പൊടിച്ച് തിന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അത് ഫുള്ള് പൊടിച്ചു കൊടുത്തു. ചക്കക്കുരു ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചക്കക്കുരുവിൻ്റെ ചാറും അവൻ്റെ പാത്രത്തിലേക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ച് വാരി കൊടുത്തു. കറി മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എടുത്ത് കഴിക്കത്തില്ല. ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് എടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പപ്പടം ഉള്ളതുകൊണ്ട് പിന്നെ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിച്ചപാടെ കിടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഈ ഒരു സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്തെങ്കിലും സിനിമ കാണുമോ എന്തെങ്കിലും നോക്കുകയൊക്കെ ചെയ്യും. കാരണം പിള്ളേർ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെന്തെങ്കിലും കാണിക്കാറുള്ളൂ. വേറെ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും അവർ കാണാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പിള്ളേർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയൊക്കെ വെക്കും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി അവരെ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശ്രീകുട്ടൻ്റെ പാട്ട് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കണ്ണാന്തുമ്പി ഫുള്ള് പഠിപ്പിച്ചു കേട്ടോ. അവൻ പാടുന്നത്രയും ഭാഗം പഠിപ്പിച്ചു. ഇപ്പം ഞാൻ മാനത്തെ മാറിക്കുറുമ്പി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അവനെ ആ പാട്ട് 1-2 തവണ കാണിക്കും. പിന്നെ ഞാൻ കൂടെ ഇരുന്ന് എപ്പോഴും പാടും. അങ്ങനെ പാടിയാണ് അവനെ പഠിപ്പിക്കുന്നത്. ആ പാട്ട് കണ്ടപ്പോഴത്തേന് എന്നോടൊന്ന് ചോദിക്കുമായിരുന്നു എന്തിനാ കുഞ്ഞാവ കരയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാവയുടെ അമ്മ മരിച്ചുപോയി, അപ്പോൾ അതുകൊണ്ട് കരയുന്നതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിങ്ങനെ ആൻസർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർത്തനൊക്കെ പറഞ്ഞ് പിന്നെ അവർ പോയി കിടന്ന് ഉറങ്ങിയപ്പം ഞങ്ങൾ പിന്നെ കിടക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് ഇപ്പോഴത്തെ റൂമിലെ ലൈറ്റാണ് ഫുള്ളും ഇങ്ങനെ ചുറ്റും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.